ഡിസംബറിൽ പുറത്തിറങ്ങിയ റോബർട്ട് എഗ്ഗേഴ്സ് സംവിധാനം ചെയ്ത ഒരു മികച്ച ഹൊറർ എക്സ്പീരിയൻസ് എന്ന സിനിമയായിരുന്നു നോസ്ഫെറാതു. 1897 ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിന്റെ ആദ്യത്തെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു 1922 ജർമ്മൻ സംവിധായകനായ FW മുർണോ സംവിധാനം ചെയ്ത നോസ്ഫെറാതു എന്ന ചിത്രം. ആ ചിത്രത്തിന്റെ റീമേക്ക് ആണ് ഈ സിനിമ. റോബർട്ട് എഗ്ഗേഴ്സ് എന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ദ വിച്ച്, ദ ലൈറ്റ് ഹൗസ്, ദ നോർത്ത് മാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ മികച്ച സൃഷ്ടികളാണ്. 1800 കാലഘട്ടത്തിലെ പ്രാകൃതരായ മനുഷ്യരുടെ വിചിത്രമായ ജീവിത രീതികളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ തന്മയത്വത്തോടുകൂടി ചലച്ചിത്രവൽക്കരിക്കുന്ന ഒരു പ്രതിഭാധരനായ സംവിധായകനാണ് റോബർട്ട് എഗ്ഗേഴ്സ്. 1838 വിസ്ബർഗ് എന്നൊരു ജർമ്മൻ പട്ടണത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ എലൻ എന്നൊരു പെൺകുട്ടി, അവൾ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണ്. ഒരു പൈശാചിക ശക്തി അവളുടെ ഉപബോധത്തെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുകയാണ്. വേറൊരു രീതിയിൽ ഇത് അവൾ തന്നെ വരുത്തി വെച്ചതാണ്. കാർപാത്യൻ പർവ്വത നിരകളിലെ ഒരു കൊട്ടാരത്തിൽ ഗാഠനിദ്രയിലായിരുന്ന ഒരു പൈശാചിക ശക്തി എലന്റെ ശക്തമായ മാനസിക വിളി കേട്ട് ഉണരുകയാണ്. മനുഷ്യന്റെയും മൃഗത്തിന്റെയും രൂപമണിഞ്ഞ ഈ പിശാച് കൗണ്ട് ഓർലോക്ക് എന്ന ഒരു പ്രഭുവായി ആ കൊട്ടാരത്തിൽ വാഴുകയായിരുന്നു. കുറച്ചു കാലത്തേക്ക് അവൻ അവളുടെ സ്വപ്നത്തെ ആക്രമിച്ച് അവളുടെ ഉറങ്ങുന്ന ശരീരത്തിൽ അവന്റെ ദുഷ്ട നിഴൽ വീഴ്ത്തുന്നു. പിന്നീട് അവൾ തോമസ് ഹട്ടർ എന്ന ഒരു അഭിഭാഷകനെ വിവാഹം കഴിക്കുകയും അയാളുടെ അതിരില്ലാത്ത സ്നേഹത്താലും കരുതലാലും കുറേയേറെ ഈ ദുഷ്ടശക്തിയിൽ നിന്നും അവൾ മോചിതയാവുന്നുണ്ട്. തോമസ് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ അയാളുടെ മുതലാളി ഒരു ഓഫറുമായി അവന്റെ അടുക്കൽ വരുന്നു. ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ദൂരെ ഒരു പ്രഭുവിനെ പോയി കാണാം. അങ്ങനെ അയാളുമായി ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഒരുപാട് സാമ്പത്തിക മെച്ചം ഉണ്ടാവുകയും ചെയ്യുമെന്ന് മുതലാളി അവൻ ഉറപ്പു കൊടുക്കുന്നു. പക്ഷെ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ എലന് തന്റെ ഉള്ളിൽ പണ്ടുണ്ടായിരുന്ന ആ പൈശാചിക ശക്തി തന്നിലേക്ക് തിരിച്ചു വരുന്നതായി അനുഭവപ്പെടാൻ തുടങ്ങി. എന്തോ ഒരു ചതി ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവന്റെ യാത്രയെ അവൾ ശക്തമായി എതിർക്കുന്നു. പക്ഷെ ഒരു നല്ല സാമ്പത്തിക കരകയറ്റം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വപ്നം കണ്ട തോമസ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവളുടെ സമ്മതം വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രഭുവിനെ കാണാനായി വളരെയധികം സാഹസികത നിറഞ്ഞ യാത്രയിലൂടെ അവൻ ആ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. 5 അക്കാദമി അവാർഡ് നോമിനേഷനുകളിൽ ചിത്രത്തെ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ആർട്ട് വർക്കാണ്. 1800 കാലഘട്ടത്തിലെ ആൾക്കാരുടെ ജീവിത രീതികളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ മികച്ച ആർട്ട് വർക്കിൽ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റോബർട്ട് എഗ്ഗേഴ്സിന്റെ സ്ഥിരം ടീം തന്നെയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സ്ഥിരം സിനിമാറ്റോഗ്രാഫറായ ജാറിൻ ബ്ലാസ്റ്റേ തന്നെയാണ് ഇതിന്റെയും സിനിമാറ്റോഗ്രാഫർ. പുള്ളിയുടെ ഏറ്റവും മികച്ച ഫ്രെയിമുകൾ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരുപാട് സീനുകൾ, നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യിക്കുന്ന സീനുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം വിച്ച് പോലുള്ള സിനിമകൾ, വിച്ച് ആയാലും അതെ, ലൈറ്റ് ഹൗസ് ആയാലും അതെ, ഒരുപാട് ഫ്രെയിമുകൾ സ്റ്റഡി ഫ്രെയിം എന്ന് വെച്ച് കുറെ നേരം ആ ഫ്രെയിം അങ്ങനെ നിന്ന് അതിലെ ചില സീനുകൾ നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യും. ഇതിലും അതുപോലെയുള്ള ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. അത് ഇതിന് മുമ്പുള്ള പുള്ളിയുടെ സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അതിലൊക്കെ മേലെ പോയി. മേലെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി റോബർട്ട് എഗ്ഗേഴ്സിന്റെ കരിയറിലെ തന്നെ. ഇനി പുള്ളി ഏത് വലിയ പടം പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഈ സിനിമ പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പിക്ചർ തന്നെയാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ആദ്യം മുതൽ തന്നെ ഒരു ഡാർക്ക് മൂഡാണ്. ഇപ്പം റോബർട്ട് എഗ്ഗേഴ്സിന്റെ സിനിമ കണ്ട് പരിചയമുള്ളവർക്ക് അറിയാം, പുള്ളി പിടിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഡാർക്കിന്റെ അങ്ങേയറ്റമുള്ള സാധനങ്ങളാണ് പുള്ളി പിടിക്കുന്നത്. അത് 1800 കാലഘട്ടത്തിലാണ് പുള്ളി കഥ പറയുന്നത്. നമുക്ക് വിചിത്രമായിട്ട് തോന്നുന്ന, നമുക്ക് കണ്ട അത്ഭുതം തോന്നി, ഇങ്ങനെയൊക്കെ ആചാരങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് പുള്ളി സിനിമയിൽ കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഒരുപാട് ആരാധകർ ഇപ്പം പുള്ളിയുടെ സിനിമ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഏറ്റവും വലിയൊരു വിരുന്നാണ് ഈ സിനിമ. ഈ റോബർട്ട് എഗേഴ്സിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണിത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഒരു കളർ ടൂണാണ്. അത് പുള്ളിയുടെ ബ്രില്യൻസിന്റെ വേറൊരു വശമാണ്. ഈ സിനിമയിൽ തുടക്കം മുതൽ ഒരു പൈശാചിക ശക്തി ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ പൈശാചിക ശക്തി പിന്നീട് ഈ ഭൂപ്രദേശത്തെ മുഴുവൻ ആ പൈശാചിക ശക്തി പിന്നീട് വലയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു കോൾഡ് ബ്ലൂ ടോണിലാണ് ചിത്രം, ഫുള്ള് ഒരു കളർ ടൂണിലാണ് പടം മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ആ സീൻ വരാൻ നേരം നമുക്ക് ഇങ്ങനെ ബ്രില്യൻസ് നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും. കാരണം ആ ക്ലൈമാക്സിൽ എത്താൻ നേരത്ത് ഒരു ടോണുണ്ട്, ഒരു കളർ ടോണുണ്ട്, ഒരു സൂര്യപ്രകാശം ഇങ്ങ് വരുന്ന ഒരു സീനുണ്ട്. അത് ഒന്നും പറയാനില്ല. അവിടെയാണ് ഇങ്ങേരുടെ റേഞ്ച് എന്നാന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി തരുന്നത്. മേക്കപ്പിലേക്ക് വരുവാണെങ്കിൽ വിൽ സ്കാർസ്ഗാർഡ് എന്ന് പറഞ്ഞ നടനായിരുന്നു ഇതിൻ്റെ അകത്ത് വാമ്പയറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളയുന്ന മേക്ക് ഓവർ ആയിരുന്നു. കാരണം വിൽ സ്കാർസ്ഗാർഡ് ആണ് അത് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മേക്ക് ഓവർ. എന്തൊക്കെയായാലും റോബർട്ട് എഗേഴ്സ് എന്ന സംവിധായകന്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന, ത്രില്ല് ആയിട്ടിരുന്ന് കാണാവുന്ന ഏറ്റവും മികച്ചൊരു സൃഷ്ടി തന്നെയാണ് നോസ്ഫെറാതു. പിന്നെ ഇത് ഹൊറർ സിനിമയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ഈ കോൺജറിങ് പോലുള്ള ഈ ഒരു കൊമേർഷ്യൽ സിനിമയുടെ ഒരു ഫീലൊന്നുമല്ല. ഇത് ഫുൾ ഒരു ആർട്ട് പടം കാണുന്ന ഫീലില് ആണ്. ആ ഒരു ആർട്ട് പടം മൂഡിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പേടിപ്പിക്കും എന്ന് വിചാരിച്ച് നമ്മൾക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുന്ന പടമല്ല. അപ്പൊ ആദ്യം നോസ്ഫെറാതു കാണുന്നവര് ഈ വിച്ച്, ലൈറ്റ് ഹൗസ് പോലുള്ള സിനിമകൾ കണ്ടൊന്ന് അറിഞ്ഞിട്ട് കാണുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എപ്പിക് ഹൊറർ ആർട്ട്. വിൻറ്റേജ് സൂമിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.